എല്ലാ പ്രേക്ഷകർക്കും ജെമിനി എക്സ്പ്ലോററിന്റെ 2025 പുതുവത്സരാശംസകൾ. ഈ വർഷത്തിൽ നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആണിത്. സേലത്തിനടുത്ത് കൈലായ ശിവാലയം കാഞ്ചമലയിൽ സ്ഥിതി ചെയ്യുന്ന 1008 ശിവലിംഗങ്ങളുള്ള ശിവ ടെമ്പിളിന്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. പ്രധാനപ്പെട്ട ടെമ്പിളിനകത്ത് ഒരു ശിവലിംഗവും അതിനു ചുറ്റുമായിട്ട് 1007 ശിവലിംഗങ്ങളും. ഇന്ത്യയിലെ തന്നെയുള്ള എല്ലാ ശിവലിംഗങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ ശിവലിംഗങ്ങളിലും ഇവിടെ ഉണ്ട്. 2010 ഇതിവിടെ സ്ഥാപിച്ചത്. എല്ലാ ശിവലിംഗങ്ങളും ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം എല്ലാ ശിവലിംഗങ്ങളും നമ്മളിവിടെ കാണിക്കുകയാണെങ്കിൽ വളരെയധികം സമയമെടുക്കും. ഞങ്ങളിവിടേക്ക് കയറിയത് ഹൈവേയിൽ നിന്നാണ്. ഹൈവേയിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ ഇതിന്റെ അടിവാരത്തിൽ നിന്നാണ് കയറുന്നത്. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഈ കുന്ന് കയറിയിട്ട് വേണം ഓരോ ശിവലിംഗങ്ങളായിട്ട് കാണാൻ. താഴെ നിന്നാണ് ശിവലിംഗങ്ങൾ നമ്പർ ഇട്ട് വന്നിരിക്കുന്നത്, 1, 2, 3 എന്നുള്ളത്. ഇവിടെ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രധാനപ്പെട്ട മെയിൻ അമ്പലത്തിലേക്ക് ഇതിന്റെ പുറകുവശത്തോടെ മുകളിലേക്ക് വന്നിറങ്ങാവുന്നതാണ്. ഈ കയറ്റമെല്ലാം കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. അതുപോലെ തന്നെ ഇതിനകത്തൊരു രാജരാജേശ്വരി ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിനകത്തൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല, പുറമേയുള്ള കാഴ്ചകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കുന്നത്. ഇവിടെ വരുന്നവര് ആദ്യത്തെ ശിവലിംഗം തൊട്ട് ഓരോന്നും തൊട്ട് നമിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. പ്രത്യേകം മണ്ഡപങ്ങളിലാണ് ഓരോ ശിവലിംഗങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടെ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. നമ്മൾ ഈ ക്ഷേത്രത്തിനകത്ത് നടന്ന ഈ പുറമേയുള്ള കാഴ്ചകൾ, ക്ഷേത്രത്തിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഈ മുഴുവൻ കാഴ്ചകളും കാണാം. ഈ വർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വർഷത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല വീഡിയോകൾ പ്രതീക്ഷിക്കാം, നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഈ 1008 ശിവലിംഗ ക്ഷേത്രത്തിന്റെ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകാം.
ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ക്ഷേത്രത്തിന്റെ അകത്തൊന്നും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.